സോ ബോയ്സ് ആൻഡ് ഗേൾസ്, നമ്മുടെ എല്ലാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം മഴയൊക്കെയാണ്, എല്ലാവരും കെയർഫുള്ളായിട്ടിരിക്കുക. അപ്പം ബൈ ഒരു ദുഃഖവാർത്തയുണ്ട്. ഒരു 8 മാസം മുമ്പ് ഞാനൊരു ബോട്ടിൻ്റെ പാർട്ടിപ്പാൽ 185 എന്ന് പറഞ്ഞൊരു സ്പീക്കർ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്ത് പറ്റുന്നത് വെച്ചാൽ, ഞാൻ അതിൻ്റെ ഒരു അൺബോക്സിങ്ങും അതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസൊക്കെ ഷെയർ ചെയ്യണം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ബ്ലൂടൂത്ത് സ്പീക്കറായിരുന്നു ഈ ബോട്ടിൻ്റെ. അത്യാവശ്യം എല്ലാവരും ബോട്ടിൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കർ കുറേ പേര് മേടിക്കുന്നുണ്ട്. ഇതിൻ്റെ പുറത്ത് ഞാനും മേടിച്ചു. പക്ഷേ എനിക്ക് ഒരു 8ൻ്റെ പണി കിട്ടിയിരിക്കുകയാണ് ഗസ്. ഇപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ, ഇതാണ് ബോട്ടിൻ്റെ ആ സ്പീക്കർ. ഇത്രയും വലുതൊക്കെയാണ്. ഇപ്പോൾ എൻ്റെ തലയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയും വലിപ്പമൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ്. ഇപ്പോൾ ഇതിനെന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ, ഇത് ഓൺ ചെയ്ത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത്രേ ഉള്ളൂ. നേരത്തെ ഓൺ ചെയ്യുമ്പോൾ വെൽക്കം അല്ലെങ്കിൽ വെൽക്കം ടു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു ബേസ് കൂടിയിട്ടൊരു ശബ്ദത്തിലൊരു അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു ഈ സ്പീക്കറിനകത്ത്. ഇപ്പോൾ അതിനകത്തൊന്നുമില്ല. ഇത് മൊബൈലായിട്ട് കണക്റ്റ് ആകും, പക്ഷേ ശബ്ദമൊന്നും ഇതിനകത്തൊരു ഒരു തുള്ളി ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. ഓക്സ് കേബിൾ കുത്തി നോക്കി, അതും കണക്റ്റ് ആകുന്നുണ്ട്, പക്ഷേ ശബ്ദമില്ല. ബ്ലൂടൂത്ത് കണക്ട് ചെയ്തു, അത് ശബ്ദമില്ല. ഇപ്പോൾ മൈക്ക് കുത്തി നോക്കി, അതും ശബ്ദമില്ല. ഇപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ എനിക്കൊരു പിടിയില്ല. അതിനകത്ത് അങ്ങനെ കാര്യമായിട്ട് ഇളകുന്നോ പെറുക്കുന്നോ ഒന്നും ചെയ്യുന്നുമില്ല. എന്തായാലും ഇനിയിപ്പോൾ എലി കറണ്ടാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഒരു ഹോം തിയേറ്റർ എലി കറണ്ട് നന്നായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് വളരെ കെയർഫുള്ളായിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കും. നമ്മൾ ഉപയോഗം കഴിഞ്ഞിട്ട് അലമാരിക്കകത്ത് വെക്കും. ഉപയോഗിക്കുമ്പം നമ്മളിങ്ങനെ പാട്ട് വെക്കും, പിന്നെ അത് അലമാരിക്കകത്ത് പൂട്ടി വെക്കും. ഇപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ഒരു പിടിയില്ല. പിന്നെ ഞാനിപ്പം ഇതിൻ്റെ ഒരു കസ്റ്റമർ കെയർ അങ്ങനത്തെ പരിപാടികളൊന്നും നമുക്ക് വലിയ പിടിപാടില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു കടയിൽ വിളിച്ച് പറഞ്ഞു, ചേട്ടാ ഇങ്ങനൊരു സംഭവമുണ്ട്. അപ്പം മോനെ ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരിക്കും, നമുക്ക് കൊണ്ടുപോകാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബോർഡ് പോയതാണെങ്കിൽ ഇതിൻ്റെ ഈ ലൈറ്റ് കത്തും ബഹളങ്ങളൊന്നും കാണുകയില്ല എന്ന് പറഞ്ഞിരുന്നു പുള്ളി. അപ്പം എന്തുകൊണ്ടാലും ഇതിൽ ലൈറ്റൊക്കെ കത്തുന്നുണ്ട്, ബാക്കി വോളിയം അപ്പ് ഡൗൺ എല്ലാം വർക്കാകുന്നുണ്ട്, ശബ്ദം മാത്രം വരുന്നില്ല. ഇനിയിപ്പം എന്തെങ്കിലും വയർ ഡിസ്കണക്റ്റ് ആയതാണോ ഒന്നും ഒരു പിടിയില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇങ്ങനെ ഒരു സ്പീക്കറൊക്കെ മേടിച്ച് ഇതുപോലെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഒരു പിടിയില്ലാത്ത ഒരാൾ സങ്കടമുണ്ട്. 1 വർഷം പോലും ആയില്ല. അപ്പോൾ ഗൈസ്, അതാണ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ കുറച്ച് സങ്കടമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇത് കൊണ്ടുപോയി ശരിയായില്ലെങ്കിൽ 1 വർഷം പോലും ആയി. നമ്മൾ മാക്സിമം ഒരു ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഒരു സാധനത്തിനൊക്കെ ഒരു വർഷം നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി, ഇത് കൂട്ട് പരിപാടിയൊക്കെ ആണെങ്കിൽ. പക്ഷേ ഇനിയിപ്പോൾ എനിക്ക് മാത്രം ഇങ്ങനത്തെ ഒരു തലക്കടി കിട്ടിയതാണോ, അതോ ഇതിനു മുമ്പ് ഇത് കൂട്ട് തലക്കടി ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ എന്താ ചെയ്തതെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇതൊന്ന് ഞാൻ എന്തെങ്കിലും കൊണ്ടേ കാണിച്ച് നോക്കുന്നുണ്ട് അടുത്ത ദിവസം. അപ്പം സംഭവം വർക്കൗട്ട് ആവണമെങ്കിൽ ഞാൻ അടുത്ത ദിവസം സംഭവം സക്സസ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അല്ലെങ്കിൽ ഡോണ്ട് ബൈ ദിസ് എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് നാളെ കാണാടേ. ഇപ്പം ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മടിയാണ് ബേസിക്കലി, ഭീകര മടി, എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും അടുത്ത ദിവസം കാണാം.